ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫിലാഡൽഫിയയിൽ പോവാണ്, ഒരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 45 മിനിറ്റ്സ് ഡ്രൈവ് ആണുള്ളത്. ഓണം ഷോപ്പിംഗ് വേണമെങ്കിൽ പറയാം, എന്തായാലും ഓണമൊക്കെ ആയില്ലേ. അപ്പം ഇവിടെയാണെങ്കിൽ മലയാളി കടയാണത്. മലയാളി കട എന്ന് പറയുമ്പോൾ പൊതുവെ അമേരിക്കയിൽ കുറവാണ്. ഈ ഒരു മലയാളി കട കണ്ടപ്പോൾ എന്തായാലും നമ്മളൊന്ന് അവിടെ പോയിട്ട് അവിടുത്തെ തിങ്സ് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കി ഷോപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾക്ക് ഈ മലയാളി കടയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. കാരണം ഇവിടെ ഇന്ത്യൻ ഗ്രോസറീസ് ഒക്കെ ഉണ്ടെങ്കിലും കൂടുതൽ മലയാളി ഐറ്റം, അതായത് കേരള ഐറ്റംസ് ഒന്നും കിട്ടില്ല, കുറവാണ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ പോയിട്ട് നമ്മൾക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് നോക്കാം. അപ്പോൾ ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പോയാലോ? നമ്മളിപ്പോൾ ഓണം ഷോപ്പിങ്ങും അതുപോലെ അവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയും കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫിലാഡൽഫിയയിലെ ക്രൂസ് ടൗൺ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്. ഇവിടെ നമ്മുടെ ന്യൂജേഴ്സിയിലുള്ളവർക്കും അതുപോലെ ഫിലാഡൽഫിയയിലുള്ളവർക്കുമൊക്കെ ഏകദേശം ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് മലയാളീസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കൂടുതലും മലയാളി കടകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും കറിവേപ്പിലയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇത് ഇവിടെ വന്ന് വാങ്ങിക്കാം. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഒരു കേരള സ്റ്റോറിൽ കയറിപ്പോയ ഒരു ഫീലായിരുന്നു. ഫുൾ കേരള ഐറ്റംസാണ്. നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലല്ല ഈ ഒരു മലയാളി കടകളിലൊക്കെ വന്നു കഴിയുമ്പോൾ. മൊത്തം കേരള ഐറ്റംസും അതുപോലെ തന്നെ മലയാളം സംസാരിക്കുന്ന ആളുകളെയും ഒക്കെ കേൾക്കാം ആ കടയുടെ ഉള്ളിൽ മുഴുവൻ. അതുകൊണ്ട് തന്നെ അതൊരു ശരിക്കും വല്ലാത്ത ഫീലായിരുന്നു. പിന്നെ അത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ധാരണയില്ല ഇത് എന്ന് വെച്ചാൽ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത്. Fish. Meena. Mean. എന്തൊരു വലിയ മീനാ. പിന്നെ അവിടെ നിന്ന് അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പം ഇവിടെ നമ്മുടെ പൊടികളൊക്കെ ഉണ്ടല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, അല്ലെങ്കിൽ നിറപറയുടെ അപ്പം പൊടി, അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഉണ്ട്. ഇവിടെ മെയിനായിട്ടും ജാക്മി, മയൂര ആ ഒരു ബ്രാൻഡുകളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാൻഡുകളിലാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേരള ഐറ്റംസ് കിട്ടുന്നത്. പിന്നെ ഇത് അടപ്പായസം വയ്ക്കാനുള്ള അട, മറ്റേ അടപ്രഥമൻ വയ്ക്കാനുള്ള അട, അല്ലാതെ നോർമൽ പാലട വയ്ക്കാനുള്ള അടയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അടപ്രഥമൻ്റെ അട പൊതുവേ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടില്ല. ഈ പത്തിദാർ അല്ലെങ്കിൽ പട്ടേൽ എന്നൊക്കെ പറയുന്ന സ്റ്റോഴ്സിലൊന്നും. നോക്കട്ടെ നമ്മൾ വീഡിയോ എടുത്തിട്ട് കേരള പപ്പടം കൊടമ്പുളി കേട്ടോ. ഉണക്കമീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വാട്ടക്കപ്പ കിട്ടും. പിന്നെ ഈ കാണുന്നതെല്ലാം മീനിൻ്റെ ചമ്മന്തിപ്പൊടികളാണ്. മീനുകളെന്ന് പറയുമ്പം പല ടൈപ്പ് മീനുകളുണ്ട്, എല്ലാം ഉണക്കമീൻ. പിന്നെ നമ്മുടെ ഉണക്ക ചെമ്മീൻ, ഇത് ഒരുപാട് പേര് പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഉണക്ക ചെമ്മീനൊക്കെ എങ്ങനെ കിട്ടുമെന്നുള്ളത്. നമ്മൾക്ക് കേരള സ്റ്റോഴ്സിലാണ് ഈ ഒരു ഉണക്ക ചെമ്മീനൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ പിന്നെ ഏഷ്യൻ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ നമ്മുടെ ആ ഒരു നാടൻ ഫ്ലേവർ ഉണ്ടാവില്ല. പിന്നെ ഇത് കണ്ടോ, ഉണക്കമീനുകൾ ഒരുപാടുണ്ട്, മറ്റേ മാന്തൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ സാധാരണ ഇവിടെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും കൊണ്ടുവരിക ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. ലഗേജിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്, എന്നുവെച്ചാൽ മീൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വേണമെന്നുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം. ഞാൻ ഇവിടെയാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഉണക്കമീനുകൾ കണ്ടിരിക്കുന്നത്. വേറെ ഷോപ്സിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ജാനൂട്ടും വിക്കിയും കൂടിയിട്ടാണ് ഭയങ്കരമായിട്ട് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കാണുന്നതെല്ലാം എടുത്ത് ജാനൂട്ടി ബാസ്ക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ജാക്മിയുടെ ചക്കപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, പുട്ടൊക്കെ ഉണ്ടാക്കാനും അതുപോലെ കുട്ടികൾക്കുള്ള മറ്റേ ഏത്തയ്ക്ക പൊടി കുറുക്കൊക്കെ കൊടുക്കില്ലേ, അതിനുള്ള പൊടികൾ, അങ്ങനെ ഒരുപാട് പൗഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഈ സെക്ഷൻ മുഴുവൻ പാലട പായസവും സേമിയ പായസത്തിൻ്റെയൊക്കെ മിക്സായിരുന്നു. സമയമില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പം പിന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഈ ഒരു പൊടിയെടുത്ത് പാലിലിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ പായസമായി, എന്തായാലും എളുപ്പം. സാധാരണ നമുക്ക് അടപ്പായസത്തിൻ്റെ മിക്സ് മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷേ ഇവിടെ സേമിയയുടെയും അതുപോലെ പാലടയും പരിപ്പും അങ്ങനെ ഒരുപാട് പായസങ്ങളുടെ മിക്സ് ഉണ്ടായിരുന്നു. പിന്നെ മസാല പൊടികളുണ്ടല്ലോ, ഇത് ബീഫ് ഉലർത്തിയത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു നിറയെ. അത് നമ്മൾക്ക് നാടൻ ഐറ്റംസ് ഒന്നും ഇവിടെ കിട്ടാറില്ലാത്തതാണ്. പിന്നെ നാടൻ പഴം, നേന്ത്രപ്പഴം,
അരിയാണ് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി നാട്ടിലെ അരികളുണ്ടായിരുന്നു. പിന്നെ കറികളുടെയൊക്കെ മിക്സാണ്. വറുത്തരച്ച കറി, അതുപോലെ അങ്കമാലി മാങ്ങാക്കറി. ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ആഹാ ഇതുവരെ നമ്മൾക്ക് പാഴ്സൽ പോലെ എന്ന് വെച്ചാൽ പാക്ഡായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് ചുമ്മാ ഇങ്ങനെ ചൂടാക്കി നമ്മൾക്ക് കഴിക്കാം. പിന്നെ ഇതേ മുളകിട്ട മീൻകറി. പിന്നെ ഇവിടെയൊക്കെ ഇഞ്ചിപ്പുളി അച്ചാറുകളായിരുന്നു. നാട്ടിലെ അച്ചാറുകളൊന്നും ഇവിടെ അധികം കിട്ടില്ല. ഒരു സൈസ് മാങ്ങച്ചാറുണ്ട്, അത് മാത്രമാണ് എല്ലാ കടയിലും ഉണ്ടാവുക. ഇത് കണ്ടോ, ഉള്ളിത്തീയൽ. ഈ തീയൽ ബോക്സിലായിട്ട് വരുന്നത്. ചക്കക്കുരു, കാളൻ, പൈനാപ്പിൾ പച്ചടി, ജാക്ക് ഫ്രൂട്ട് പായസം, മാങ്ങാക്കറി, ഇത് പാലട പായസം. ആഹാ, ഒരു സദ്യക്കുള്ള എല്ലാം ഉണ്ട് ഇവിടെ. കാളനും അതുപോലെ ചക്കക്കുരു മാങ്ങാക്കറി വരെ ഉണ്ട് ഇതിനകത്ത്. കണ്ണന്തേതൻ ചായ. പിന്നെ ഇവിടെ വേറെ ഫ്രോസൺ ടൈപ്പ് മീനുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കാണ് ദേ ചക്ക കണ്ടപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ്. നമ്മുടെ ഈ ഓണക്കാലത്തൊക്കെ ചക്ക കിട്ടുന്നത് റെയറായിട്ടുള്ള കാര്യമാണ്. പിന്നെ മലയാളി കടയിൽ ആയതുകൊണ്ട് ചക്ക എന്തായാലും കാണുമെന്ന് ഉറപ്പായിരുന്നു. പിന്നെ സ്നാക്സ് ഇഷ്ടമുള്ളവർക്ക്, അതായത് നാടൻ സ്നാക്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സെക്ഷനാണ് ഇവിടെ. നമ്മുടെ സാധാരണ കേരളത്തിൽ കിട്ടുന്ന മറ്റേ മിക്സ്ചർ, അതുപോലെ അവലോസ് പൊടി, പിന്നെ കപ്പയുടെയൊക്കെ ചിപ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ മധുരമുള്ള ചക്കയുടെയൊക്കെ ചിപ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രോസൺ സെക്ഷൻ നോക്കിയപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒരുപാട് നാടൻ ഐറ്റംസ്, പലഹാരങ്ങളൊക്കെ എല്ലാം എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇതുകൊണ്ടൊന്ന് വെക്കാൻ ഫ്രിഡ്ജിൽ സ്ഥലമില്ല. ഇത് കണ്ടു, ചീരത്തോരൻ, അതുപോലെ അയില മുളകിട്ട കറി, പിന്നെ കഞ്ഞി വരെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ വരുന്നതാണ്. കഞ്ഞിയുടെ ബാക്കിയൊന്നും എടുത്തില്ല. പിന്നെ ഇത് കപ്പയും ചമ്മന്തിയും, അതൊരു കോംബോ ആയിട്ടാണ് ഇവർ ഈ ഒരു ജാക്മിയുടെ സംഭവങ്ങൾ ഉള്ളത്. എന്നുവെച്ചാൽ നമ്മൾക്കിപ്പോൾ കപ്പ മാത്രം വാങ്ങിയിട്ട് ചമ്മന്തി നമ്മൾക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കപ്പ വാങ്ങിക്കുമ്പോൾ അതിനൊപ്പം ചമ്മന്തിയും കിട്ടിക്കഴിഞ്ഞാൽ ആഹാ അടിപൊളിയല്ലേ. ജയാരി കണ്ടപ്പോൾ ഓടി വന്ന് എടുത്തു എന്തായാലും. പിന്നെ സുരേഖ, കുറുവ, അങ്ങനത്തെ കുറേ ബ്രാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അരിയുടെ മട്ടേരി മാത്രമാണ് ഇവിടുത്തെ കടകളിലൊക്കെ കിട്ടാറുള്ളൂ. ഈ മലയാളി കടകളിൽ മാത്രമാണ് നമ്മുടെ ഈ വെള്ള അരി കിട്ടുന്നത്. പിന്നെ പച്ചക്കറികൾ എല്ലാം ഉണ്ട്. അതായത് ഇത് നമ്മുടെ വെള്ളരിക്ക കണ്ടോ, നാട്ടിലെ വെള്ളരിക്ക, അത്, പിന്നെ സാമ്പാറിൻ്റെ മിക്സ്, പപ്പടം എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളുന്ന പപ്പടമാണ്, നാട്ടിലെ പോലത്തെ തന്നെ. പിന്നെ അത് അച്ചാർ, ഫ്രഷ് ആയിട്ടുള്ള അച്ചാർ, അവിയലിൻ്റെ മിക്സ്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പഴം എടുത്തു. ചെറുപഴം ഇവിടെ ഒന്നും അങ്ങനെ കിട്ടില്ലല്ലോ, അപ്പോൾ അതെടുത്തു. പിന്നെ അതേ ഈ ചേട്ടനാണ് കടയുടെ ഓണർ. പിന്നെ വൈഫ് ശ്രീജ ചേച്ചി, അവരാണ് ഈ കട നടത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരുമായിരുന്നു. ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടാണ്. നന്ദൻ ആരും കൊണ്ടുവരാൻ, അതായത് മത്തിയല്ല, നന്ദൻ എന്ന് പറയുന്ന. ഇത് വൈറ്റ് സാഡിൻ എന്ന് പറഞ്ഞാൽ വേളൂരി എന്നൊക്കെ പറഞ്ഞു. നന്ദൻ വേളൂരി നാട്ടിലെ. ഇത് മത്തിയല്ല ഇതുണ്ടോ, മത്തിയുടെ കുടുംബ. ഇതിന്റെ പേര് നമ്മുടെ നാട്ടിൽ പറഞ്ഞ പേര് നന്ദൻ. നമുക്ക് 26 ഐറ്റം ഫിഷ് ഉണ്ട്. അഞ്ചോവി റോസ്റ്റ്, പ്രോൺ ചട്നി പൗഡർ, ഇത് ജംബോ പ്രോൺസ്. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങാൻ പോവാണ്. പിന്നെന്താ വെച്ചാൽ ഇവരുടെ തന്നെ ഒരു പാത്രങ്ങൾ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ് കൂടിയിട്ടുണ്ട്. അത് ഇതിൻ്റെ അടുത്താണ്. അത് ഞാൻ സ്വീറ്റ് ചക്ക ചിപ്സ് ഉണ്ടല്ലോ, അത് കഴിച്ചതാണ്. ആ ഷോപ്പിൽ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്, ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടെയും കൂടെ കണ്ടിട്ട് എന്തൊക്കെ നാട്ടിലെ പാത്രങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത് നോക്കും. അതെ, അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ആദ്യം തന്നെ കയറുമ്പോൾ നല്ല വലിയ നിലവിളക്കൊക്കെയാണ് കാണുന്നത്. പിന്നെ ഒരുപാട് സ്റ്റീൽ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നാട്ടിലൊരു പാത്രക്കടയിൽ കയറിയാൽ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ കൂടുതലും സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ്, റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ ഉണ്ട്, കൂടുതലും അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഹോൾസെയിൽ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ മിക്സി, അതുപോലെ ഗ്രൈൻഡർ, അങ്ങനത്തെ സംഭവങ്ങളും. പ്രീതി സ്റ്റീലുണ്ട്, വിദയമുണ്ട്, പ്രീതി എക്കോ, പ്രീതി ബ്ലൂ ലീഫ്, പ്രീതി തന്നെ 3 കൈൻഡ്. പിന്നെ വിദയം 2 പ്രാവശ്യം. 750 ഉണ്ട്, 550 ഉണ്ട്. അങ്ങനെ അല്ല, അവിടെ നന്നായിട്ട് പോകണം. 1 ടൺ തന്നെയാണ്. പിന്നെ പൊട്ടുകുടമൊക്കെ നിറയുണ്ട്.
അതുപോലെ വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ടൈപ്പ് ഉണ്ടല്ലോ, ഒരു 5-6 പുട്ടുകുറ്റിയൊക്കെ ഒരുമിച്ച് വെച്ച് സ്റ്റീം ചെയ്യണത്. പിന്നെ ഈ ഭാഗത്ത് മുഴുവൻ ചന്ദനത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് ഇടികല്ല്, അതുപോലെ ഫ്ലാസ്ക്, പിന്നെ അത് അച്ചപ്പത്തിൻ്റെ ഉണ്ടാക്കുന്ന സംഭവം. ഇത് കെറ്റിലും ഫ്ലാസ്കില്ലേ, റെസ്റ്റോറൻറ്റുകാർ ഉപയോഗിക്കുന്ന ഫ്ലാസ്ക്. നമ്മള് നാട്ടിലൊക്കെ ഫ്ലാസ്കിൽ ചായ വെക്കില്ലേ, ടൈപ്പ്. അങ്ങനെ ഇതുണ്ട്. ഇത് ശ്രീരാമന്റെ നാട്ടിലാണ് കിട്ടുന്നത്. തമിഴ്നാട്ടില് അതെ, ഇവിടെ പാലക്കാടും ഉണ്ട് അവരുടെ ഉണ്ട്. ശരിയാ, എന്നോട് പറയാറുണ്ട്. പിന്നെ ഇഡ്ഡലി സ്റ്റീമറും കുക്കറും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ പുട്ടിൻ്റെ തന്നെ ചെറിയ ചിരട്ട പുട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഉണ്ട്. കോക്കനട്ട് സ്ക്രാപ്പ്. ഇത് കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബൗള്, തീരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാലോ. ഇതൊക്കെ ഇഷ്ടം ഇവിടെ. പിന്നെ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അലുമിനിയത്തിൻ്റെ, അതുപോലെ മസാല ബോക്സൊക്കെ സ്റ്റീലിൻ്റെ, അങ്ങനത്തെയും ഐറ്റംസ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം. സദ്യക്ക് സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഇപ്പൊ അതിന്റെ കാലം. അതുപോലെ സദ്യക്കുള്ള പാത്രങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ മൺചട്ടിയും അതുപോലെ തെർമൽ കുക്കർ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചോറ് ഇറക്കി വെച്ച് വേവിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ പുല്ലുപായും അതുപോലെ പ്ലേറ്റ്സൊക്കെ നമ്മുടെ നാട്ടിലെ ഡിന്നർ സെറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത്, അതുപോലെ വേറെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വിളമ്പുന്ന പോലത്തെ പ്ലേറ്റുകൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. അപ്പം എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നാട്ടിലെ സംഭവം ഇവിടെ ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഓടി ഇങ്ങോട്ട് വരാം. അടുത്തുള്ളവർക്കാണെങ്കിൽ എന്തായാലും വരാം. പിന്നെ ന്യൂജേഴ്സിയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 45 1 hour എടുക്കും. അപ്പോൾ നമ്മൾക്ക് ഫിലാഡൽഫിയയിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വരുവാണെങ്കിൽ ഇങ്ങോട്ട് കയറാം. പിന്നെ ഇവിടെ ഇവരുടെ വെയർ ഹൗസും കൂടിയിട്ടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വെയർ ഹൗസൊക്കെ ഇങ്ങനെ പോയി കാണുന്നത്. ഒരുപാട് സ്റ്റോക്സൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഫ്രോസൺ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇവരുടെ വെയർ ഹൗസിൽ ഫ്രോസൺ സെക്ഷൻ, അതിന് വേണ്ടിയിട്ട് ഒരു റൂമുണ്ട്, ഒരു ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. ഇവിടെ ഇതിനകത്ത് ഭയങ്കര തണുപ്പ് തന്നെ ആയിരിക്കും, ഫുൾ റൂം പോലെ. എന്നിട്ട് എല്ലാ ഫ്രോസൺ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ഉള്ളിലൊക്കെ കയറി നോക്കാൻ പറഞ്ഞു. ഇതിനകത്ത് നിൽക്കുമ്പോൾ നല്ല ചൂടുള്ള സമയത്താണല്ലോ, നമ്മളിപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. പക്ഷേ ഒരു ടൈമിൽ കൂടുതൽ നമ്മൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞത് നമ്മളപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള മയൂരയിലോട്ട് വന്നു. ഇവിടെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതും മലയാളി കടയാണ്, അതായത് മലയാളി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇന്നിപ്പം ബഫേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഇന്നത്തെ ബഫേയിൽ ഉണ്ടായിരുന്നത് ഇതുപോലെ സാലഡ് കുറച്ചുണ്ടായിരുന്നു, പിന്നെ അച്ചാറും തൈരും ഒക്കെ. അതല്ലാതെ വട, പഴംപൊരി, അതായത് ഉഴുന്നുവടയും പഴംപൊരിയാണ്. പിന്നെ നമ്മുടെ സാധാരണ മട്ടരി ചോറ്, പിന്നെ വെള്ളേരിയുടെ ചോറും ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറും ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ കപ്പയും മീൻ കറിയും, പിന്നെ മട്ടൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ, അതുപോലെ ചിക്കൻ്റെ ഗ്രേവി, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു നോൺ വെജ് ഐറ്റംസിൽ ഉണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് പക്ഷേ സാമ്പാറും ചോറും മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ പായസം ഉണ്ടായിരുന്നു, സ്വീറ്റിൽ പരിപ്പും അതുപോലെ സേമിയ പായസമൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിലും ആവറേജ് ആയിരുന്നു. കാരണം കുറച്ചുകൂടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ പോയ ദിവസം അധികം വെറൈറ്റി ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടപ്പം ഒരുപാട് സംഭവങ്ങൾ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ്. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ അപ്പോ ഇടിയപ്പോ അങ്ങനെയൊന്നും കണ്ടില്ല. അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. നോൺ വെജ് കഴിക്കുന്നവർക്ക് ഓക്കെ ആയിരിക്കും എന്തായാലും. അപ്പോൾ പിന്നെ എന്തായാലും അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.